താരം ബജ്രംഗ് പൂനിയെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാഡ സസ്പെൻഡ് ചെയ്തു. ഒളിമ്പിക്സ് ട്രയൽസിന് മുന്നോടിയായി സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസിയുമായി നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ് തീരുമാനം. അതേസമയം സാമ്പിൾ എടുക്കാൻ കാലഹരണപ്പെട്ട കിറ്റാണ് കൊണ്ടുവന്നതെന്നും അതിൽ എന്ത് നടപടിയെടുത്തു എന്ന് നാഡ വിശദീകരിക്കണമെന്നും ബജ്രംഗ് പൂനിയ ആവശ്യപ്പെട്ടു. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്നും. നോബൽ, നമുക്കറിയാം ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ ഉൾപ്പെടെ സജീവമായിരുന്ന മുന്നിൽ നിന്നിരുന്ന ആളാണ് ബജ്രംഗ് പൂനിയ. സ്വാഭാവികമായും പൂനിയക്കെതിരായ നടപടി അതൊരു സംശയത്തിന് ഇട നൽകുന്നത് തന്നെയാണ്. എന്താണ് നാഡ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? ഒപ്പം ബജ്രംഗ് പൂനിയയുടെ വിശദീകരണം എന്താണ്? വിനീത, ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി കഴിഞ്ഞ മാർച്ചിൽ സോനിപ്പത്ത് നടന്ന മത്സരത്തിന് പിന്നാലെ ബജ്രംഗ് പൂനിയയോട് സാമ്പിൾ നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സാമ്പിൾ നൽകാതെ ബജ്രംഗ് പൂനിയ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് ആവശ്യപ്പെട്ടെങ്കിലും യൂറിൻ സാമ്പിൾ ഉൾപ്പെടെ നൽകിയില്ല എന്നാണ് ഇത് ഒരു ആക്ഷേപമുള്ളത്. അന്ന് തന്നെ ഇതിൽ നോട്ടീസ് അയച്ചിരുന്നു. ഈ 7 അകം ഈ നോട്ടീസിന് മറുപടി നൽകണം എന്നായിരുന്നു ഇതിൽ നിർദ്ദേശം ഉണ്ടായത്. എന്താണെങ്കിലും ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസിയുമായി ചർച്ചകൾ നടത്തി, ആശയവിനിമയം നടത്തി എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. അതിന് പിന്നാലെയാണ് ബജ്രംഗ് പൂനിയെ ഇപ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസമാണ് അവശേഷിക്കുന്നത്. സസ്പെൻഷൻ നീണ്ടുപോയി കഴിഞ്ഞാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. പരിശീലനങ്ങൾ അടക്കം പങ്കെടുക്കണമെങ്കിൽ ഈ സസ്പെൻഷൻ മാറേണ്ടതുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിന് മറുപടിയുമായി ബജ്രംഗ് പൂനിയ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. താൻ മനഃപൂർവ്വം ഇത്തരത്തിൽ സാമ്പിൾ നൽകാതിരുന്നിട്ടില്ല എന്നാണ് ഇതിൽ ഒരു വിശദീകരണമായി ഉള്ളത്. ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ ഒരു കിറ്റാണ് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി നൽകിയത്. ഇതിൽ എന്ത് വിശദീകരണമാണ് ഉത്തേജക വിരുദ്ധ ഏജൻസിക്ക് നൽകാൻ ഉള്ളത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഈ നോട്ടീസുമായി മറുപടി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നോട്ടീസിന് തന്റെ അഭിഭാഷകൻ മറുപടി നൽകും എന്നാണ് ഇക്കാര്യത്തിൽ ബജ്രംഗ് പൂനിയ വ്യക്തമാക്കുന്നത്. ഗുസ്തി താരങ്ങളുടെ സമരത്തിലൊക്കെ ബജ്രംഗ് പൂനിയ മുൻനിരയിൽ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്തതാണ്. ഏതാണെങ്കിലും ഗുസ്തി താരങ്ങൾക്കെതിരായ പ്രതികാര നടപടിയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. മത്സരത്തിന് ശേഷം, അതായത് സോനിപ്പത്തിൽ നടന്ന മത്സരത്തിന് ശേഷമാണ് പൂനിയ ഈ സാമ്പിൾ നൽകാതെ മടങ്ങിയത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മെയിൽ ആയിരിക്കുന്നു ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടി. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഇതിലൊരു വിശദീകരണം തേടുകയോ സാമ്പിൾ പരിശോധിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നതാണ്. ഇത്തരത്തിൽ അച്ചടക്ക ലംഘനം എന്ന രീതിയിലാണോ വിലയിരുത്തുന്നത്? ഇത്തരത്തിൽ സസ്പെൻഷനിൽ തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൂനിയയ്ക്ക് ഒളിമ്പിക്സ് നഷ്ടമാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമല്ലേ? മാർച്ചിൽ സോനിപ്പത്ത് നടന്ന മത്സരത്തിന് പിന്നാലെയായിരുന്നു സാമ്പിൾ നൽകാൻ നിർദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് അത് വിസമ്മതിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഇതിൽ ഉത്തേജക വിരുദ്ധ ഏജൻസി വ്യക്തമാക്കുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ഈ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഈ നോട്ടീസിന് മറുപടി നൽകാതെ വന്നതോടെയാണ് ഇപ്പോൾ ഈ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. എന്താണെങ്കിലും അഭിഭാഷകൻ ഈ നോട്ടീസിന് മറുപടി നൽകും എന്ന് പറയുമ്പോഴും ഇതുവരെ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. എന്താണെങ്കിലും ഉത്തേജക വിരുദ്ധ ഏജൻസി അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് മറുപടി ഉൾപ്പെടെ നൽകുകയും ആ മറുപടിയിൽ തൃപ്തികരമല്ലെങ്കിൽ സസ്പെൻഷൻ തുടരാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായും ഒളിമ്പിക്സിനെ ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ഒളിമ്പിക്സ് മാത്രമല്ല, ഇത്തരത്തിൽ സസ്പെൻഷൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു മത്സരത്തിലും പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കുവാനോ ഒന്നും ബജ്രംഗ് പൂനിയയ്ക്ക് കഴിയില്ല എന്നും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബജ്രംഗ് പൂനിയയ്ക്ക് ഇത്തരത്തിൽ സസ്പെൻഷനിൽ തുടരുകയാണെങ്കിൽ ഒളിമ്പിക്സ് ട്രയൽസ് ഉൾപ്പെടെ നഷ്ടമാകും. സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഏതായാലും സാമ്പിൾ എടുക്കാൻ കാലഹരണപ്പെട്ട കിറ്റാണ് കൊണ്ടുവന്നത്. അതിൽ എന്ത് നടപടിയെടുത്തു എന്ന് നാട വിശദീകരിക്കണമെന്നാണ് ബജ്രംഗ് പൂനിയ ആവശ്യപ്പെടുന്നതും. ഇക്കാര്യത്തിൽ തന്റെ അഭിഭാഷകൻ തന്നെ ഇതിന് മറുപടി നൽകുമെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു പൂനിയ. പക്ഷേ സ്വാഭാവികമായും ഇതൊരു പ്രതികാര നടപടിയാണോ എന്ന സംശയം തന്നെയാണ് ഉയരുന്നത്.